ബംഗ്ലാദേശിൽ ഹൈന്ദവ യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. കൊല്ലപ്പെട്ടത് ഭീകരൻ. സംഭവം വർഗീയമല്ലെന്ന് സർക്കാർ. ബംഗ്ലാദേശിൽ ഹൈന്ദവ യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം വർഗീയപരമല്ലെന്നും കൊല്ലപ്പെട്ടയാൾ ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ക്രിമിനൽ സംഘത്തലവനാണെന്നും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ. ഡിസംബർ 24 ബുധനാഴ്ച നടന്ന സംഭവത്തിൽ അമൃത് മണ്ഡൽ എന്ന യുവാവാണ് ജനക്കൂട്ടത്തിന്റെ രോഷത്തിനിരയായി കൊല്ലപ്പെട്ടത്. സംഭവം ദൗർഭാഗ്യകരമാണെന്ന് വിശേഷിപ്പിച്ച സർക്കാർ എന്നാൽ ഇതിന് വർഗീയ നിറം നൽകാനുള്ള നീക്കങ്ങളെ ശക്തമായി അപലപിച്ചു. കൊല്ലപ്പെട്ട അമൃത് മണ്ഡൽ എന്ന സാമ്രാട്ട് പ്രദേശത്തെ അറിയപ്പെടുന്ന ഗുണ്ടയും ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നയാളുമാണെന്നാണ് സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. സംഭവത്തെക്കുറിച്ച് സർക്കാർ ഭാഷ്യം ഇങ്ങനെ: പണപ്പിരിവിനായാണ് സാമ്രാട്ട് പ്രദേശത്തെത്തിയത്. തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ ഇയാൾ ജനക്കൂട്ടവുമായി ഏറ്റുമുട്ടുകയും മർദ്ദനമേറ്റ് മരിക്കുകയുമായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു വർഗീയ ആക്രമണമല്ലെന്നും മറിച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. അക്രമവുമായി ബന്ധപ്പെട്ട് 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമ്രാട്ടിന്റെ സഹായിയായ സലീമിനെ വിദേശ നിർമ്മിത തോക്കും പൈപ്പ് ഗണ്ണും സഹിതം പോലീസ് പിടികൂടി. സംഭവത്തിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മതപരമായ കാരണങ്ങളാലാണ് കൊലപാതകം നടന്നതെന്ന തരത്തിൽ ഒരു വിഭാഗം ആളുകൾ പ്രചാരണം നടത്തുന്നതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും എല്ലാവരും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും ഇടക്കാല ഭരണകൂടം കർശന നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.